പകർച്ചവ്യാധി ഭീഷണിക്കിടയിലും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ എലിപ്പനിക്കും H1N1-നുമുള്ള മരുന്നുകൾക്ക് ക്ഷാമം. ആന്റിബയോട്ടിക്കുകളും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും കിട്ടാനില്ല. ബജറ്റിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനായി നീക്കിവെച്ച 660 കോടി രൂപയിൽ സർക്കാർ ഇതുവരെ നൽകിയത് 110 കോടി രൂപ മാത്രമാണ്. കോടികൾ കുടിശ്ശികയായതോടെ കമ്പനികൾ വിതരണം നിർത്തിയതാണ് തിരിച്ചടിയായത്. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്തു പറയാൻ? മകന് അഡിനോയിഡ് ചികിത്സ തേടിയെത്തിയ ഉമ്മയ്ക്കും പറയാനുള്ളത് മറിച്ചല്ല. അഡിനോയിഡിന് പ്രശ്നമുള്ള മരുന്നില്ല, പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. മണിക്കൂറുകൾ ക്യൂ നിന്ന് വേണം ഫാർമസി കൗണ്ടറിന് മുന്നിലെത്താൻ. കുറിച്ചു നൽകുന്ന 5ഉം 6ഉം മരുന്നുകളിൽ ഭൂരിഭാഗവും കിട്ടാനില്ലാതെ കൂടി വരുമ്പോൾ ഇവരെങ്ങനെ പ്രതികരിക്കാതിരിക്കും? മരുന്നൊന്നും ഇല്ല, എല്ലാം പുറത്തുനിന്നൊക്കെയാണ് എഴുതി തരണം. കഴിഞ്ഞ ആഴ്ച എഴുതി തന്നെയായിരുന്നു. ആന്റിബയോട്ടിക്കായ അമോക്സിലിൻ ഗുളിക 4 ലക്ഷം എണ്ണത്തിനാണ് ജനറൽ ആശുപത്രി ഇന്റന്റ് നൽകിയത്. മരുന്ന് തീർന്നെന്നറിയിച്ചിട്ടും നൽകാനുള്ള 1 ലക്ഷം ഇതുവരെ എത്തിച്ചിട്ടില്ല. ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾക്ക് നൽകുന്ന പാന്റപ്രസോൾ, അലർജിക്കും ജലദോഷത്തിനും നൽകുന്ന സിട്രിസിൻ, എലിപ്പനിക്കുള്ള ഡോക്സിസൈക്ലിൻ, H1N1-നുള്ള ഒസിൽറ്റാമിവർ എന്നിവയും കിട്ടാനില്ല. 2022-23 വർഷത്തെ കുടിശ്ശിക കമ്പനികൾക്ക് കൊടുത്തു തീർത്താൽ മാത്രമേ ഈ വർഷത്തെ കുടിശ്ശിക കൊടുത്തു തുടങ്ങാനാകൂ. ഈ സാമ്പത്തിക വർഷം അവസാനിക്കും മുൻപ് ഇത്രയും വലിയ തുക കൊടുത്തു തീർക്കാനാകുമെന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും പ്രതീക്ഷയില്ല. മരുന്നില്ലെന്ന് പറയുന്നത് രോഗികളാണ്, അതായത് അനുഭവസ്ഥർ. അവർ അവരുടെ അനുഭവം പറയുമ്പോൾ അതിനെ ധർമാശുപത്രിയാണ്, വേണമെങ്കിൽ വന്നാൽ മതി എന്നൊക്കെയുള്ള മറുപടിയല്ല നൽകേണ്ടത്. മരുന്ന് ക്ഷാമത്തിന് ഉടനടി പരിഹാരമാണ് ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രവീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അനുഭവസ്ഥരാണ് പറയുന്നത്, ഞങ്ങൾക്ക് മരുന്നുകളൊന്നും കിട്ടുന്നില്ല, പുറത്തേക്കാണ് മിക്ക മരുന്നുകളും എഴുതുന്നത്. ഇപ്പോൾ ഏതൊക്കെ മരുന്നുകൾക്കാണ് പ്രധാനമായും ക്ഷാമം നേരിടുന്നത്? സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? പ്രത്യേകിച്ച് ഈ കമ്പനികൾക്കുള്ള പൈസയൊക്കെ എപ്പോൾ കൊടുത്തു തീർക്കാനാണ് ഇനി ആലോചിക്കുന്നത്? അതായത് പ്രമേഹ രോഗത്തിനുള്ള മരുന്നുകൾ, ഗുളികകൾക്ക് ഏറ്റവും കൂടുതൽ ക്ഷാമമുണ്ട്. അതുപോലെ തന്നെ ജലദോഷം, നമുക്ക് അലർജിയൊക്കെ വരുമ്പോൾ തരുന്ന സിട്രിസിൻ, അത് പാരസെറ്റമോളിനോടൊപ്പം നൽകുന്നതാണ്. ആ സിട്രിസിൻ ഇല്ല. അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾക്ക് നൽകുന്ന പാന്റപ്രസോൾ, അത് കിട്ടാനില്ല. അതുപോലെ തന്നെ H1N1-നുള്ള മരുന്നായ ടമീഫ്ലു അല്ലെങ്കിൽ ഒസിൽറ്റാമിവർ, ഡോക്സിസൈക്ലിൻ, എലിപ്പനിക്ക് നൽകുന്ന ഡോക്സിസൈക്ലിൻ, അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കടക്കം നൽകേണ്ടതാണ്. ഇതൊന്നും തന്നെ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയിലാണ്. പല ആശുപത്രികളും കഴിഞ്ഞ വർഷത്തെ, അതായത് 2023-24 മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തേക്ക് നൽകിയ ഇൻറ്റന്റിൽ 1 ലക്ഷവും 1.5 ലക്ഷവും മരുന്ന് ഇനിയും കിട്ടാനുണ്ട്. അതായത് ഈ മാർച്ച് മാസത്തിൽ അവസാനിക്കുന്ന ഇൻറ്റന്റാണ്. ആ മരുന്ന് പോലും എത്തിക്കാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാനമായ ഒരു പ്രശ്നം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയുണ്ട്. 660 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചത്. ഇതിൽ 110 കോടി രൂപ മാത്രമാണ് ഇതുവരെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൈമാറിയത്. കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക തന്നെയുണ്ട്. ട്രഷറിയിൽ ഇത് എത്തുമ്പോൾ 66 കോടി രൂപ മാത്രമാണ് ഇതുവരെയും അത് പൈസയായി കിട്ടാനുള്ള നടപടികളായത്. ആ പണം തന്നെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2022-23 വർഷത്തെ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക കൊടുക്കാൻ പോലും തികയാത്ത അവസ്ഥയാണ്. ആ കുടിശ്ശിക തീർത്താൽ മാത്രമേ ഇനി ഈ വർഷത്തെ കുടിശ്ശിക തീർക്കാനാകൂ. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഈ ബജറ്റ് വിഹിതം അത് ലാപ്സായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ സർക്കാർ പറയുന്ന മറുപടി ഈ പണം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഈ കോടിക്കണക്കിന് തുക കുടിശ്ശികയായത് അടുത്ത വർഷത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. ഈ ബജറ്റിൽ അനുവദിച്ച തുക നൽകാതെയും ഇരിക്കുന്ന സാഹചര്യം വീണ്ടും ഉണ്ടാകുന്ന അവസ്ഥയിലാണ്. ഈ വർഷത്തെ മരുന്നുകൾ എന്തായാലും ഇനിയിപ്പോൾ 3 മാസത്തിനുള്ളിൽ, ഇനിയിപ്പോൾ നമുക്കറിയാം ജനുവരിയായി, ഫെബ്രുവരി മാർച്ചോടുകൂടി സാമ്പത്തിക വർഷം അവസാനിക്കും. ഈ 2 മാസത്തിനുള്ളിൽ ഇത്രയധികം ഗുളികകൾ എത്തിക്കുക സാധ്യമല്ല. കാരണം പണം കൊടുക്കാതെ അടുത്ത ഘട്ടത്തിലെ ഇൻറ്റന്റ് നൽകേണ്ടെന്നുള്ളതാണ് മരുന്ന് കമ്പനികളുടെയും തീരുമാനം. ഇനിയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, അടുത്ത വർഷത്തേക്കുള്ള ടെൻഡർ ക്ഷണിക്കുമ്പോൾ മിക്ക കമ്പനികളും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. പണം ലഭിച്ചാൽ മാത്രം മതി മുന്നോട്ടുള്ള പോക്കെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത വർഷത്തെ ഇൻറ്റന്റിലും അടുത്ത വർഷത്തെ ടെൻഡർ നടപടികളും ഒരുപക്ഷെ വൈകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഈ മരുന്ന് ക്ഷാമം തുടരും. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞാൽ പുതുതായി സ്റ്റോക്ക് നൽകാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കയ്യിൽ മരുന്നില്ലാത്ത സ്ഥിതിയും സംജാതമാകും. അതായത് പ്രവീണ, ഉടനെയൊന്നും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഇക്കാര്യത്തിൽ തേടിയിരുന്നോ?
ആരോഗ്യമന്ത്രി ഫോൺ എടുക്കാറില്ല. അതിന് പകരം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ MD-യെയും ജനറൽ മാനേജരെയും വിളിച്ചിരുന്നു. ജനറൽ മാനേജർ മുൻപ് ഒരു തവണ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ പറഞ്ഞത് ഓഫീസ് ടൈമിൽ എൻ്റെ ഓഫീസ് ഫോണിൽ വിളിച്ചാൽ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ എന്നുള്ളതാണ്. ആ ഓഫീസ് ഫോണിൽ ഇന്നലെ പലവട്ടം വിളിച്ചിരുന്നു, അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ MD ഉണ്ട്, മാനേജിംഗ് ഡയറക്ടറുണ്ട്, സജിത് ബാബു IAS. അദ്ദേഹത്തിനെയും ഫോണിൽ പലതവണ ബന്ധപ്പെട്ടിരുന്നു, കിട്ടിയിട്ടില്ല. പകരം നമ്മൾ ആശുപത്രികളിൽ നിന്നാണ് വിവരങ്ങൾ പലതും എടുത്തത്. കാരണം സൂപ്രണ്ടുമാരെയൊക്കെ ബന്ധപ്പെട്ട് ഏതൊക്കെ മരുന്നില്ല, എന്താണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പറയുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ ചോദിച്ചിട്ടാണ് ഈ പണം നൽകാനുള്ള വിവരം അടക്കം നമ്മൾ എടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണവും കിട്ടിയിട്ടില്ല. എന്ന് മാത്രവുമല്ല, ഏതെങ്കിലും ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രിയിലെ വിഷയത്തിൽ തന്നെ ജനറൽ ആശുപത്രിയിലെ ഫാർമസി കൗണ്ടറിൽ നിൽക്കുന്നവരോട് വിശദീകരണം ചോദിച്ചെങ്കിലും നിലവിൽ സ്റ്റോക്കുള്ള മരുന്നുകൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കിടത്തി ചികിത്സയിലുള്ള രോഗികൾക്ക് ഇത് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്, കിടത്തി ചികിത്സയിലുള്ള രോഗികൾക്ക് പുറമേ നിന്ന് മരുന്ന് വാങ്ങാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തു. അതോടുകൂടി ആ വിശദീകരണം ചോദിക്കൽ അവിടെ അവസാനിച്ചു. മാത്രവുമല്ല, മറ്റേതെങ്കിലും, അതായത് തൽക്കാലമുള്ള ഏതെങ്കിലും ഫാമിലി ഹെൽത്ത് സെൻ്ററിലൊക്കെ ചെന്ന ശേഷം അവിടെ പഞ്ഞിയുണ്ട്, അതുപോലെ തന്നെ അവിടെ പാരസെറ്റമോൾ ഉണ്ട് എന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുക മാത്രമാണ് ആരോഗ്യമന്ത്രിക്കൊപ്പമുള്ള PR ടീമും ചെയ്യുന്നത്. ഇതിൽ കൃത്യമായ വിശദീകരണം നൽകാനോ നേരത്തെ പ്രവീണ എടുത്ത ബൈറ്റുകളിൽ പറഞ്ഞതുപോലെ പ്രമേഹം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങളുള്ളവർ തുടർച്ചയായി മരുന്നുകൾ കഴിക്കേണ്ടി വരും. ഇത് സർക്കാർ ആശുപത്രികളിൽ നിന്ന് കിട്ടാതാകുന്നതോടെ അവരിനി എന്ത് ചെയ്യാനാണ്? സാധാരണഗതിയിൽ സർക്കാർ ആശുപത്രിയിൽ നിന്നും ജനറിക് മരുന്നുകൾ സൗജന്യ സപ്ലൈ ആണ്. അതായത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് സൗജന്യ മരുന്ന് വിതരണം എന്നുള്ളത്. അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും പുറത്തേക്ക് പോയി പുറത്തെ മെഡിക്കൽ പൊതുവിപണിയിൽ നിന്നും മരുന്നുകൾ വാങ്ങേണ്ട അവസ്ഥയാണ്. നമുക്കറിയാം, മരുന്ന് വില ഒരു പക്ഷേ താങ്ങാവുന്നതിലും അധികമാണ്. ഒരു മാസത്തെ മരുന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് കാർഡിയോളജി, അതുപോലെ തന്നെ ഈ പ്രമേഹം, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒക്കെ മരുന്നിന് ഒരു മാസത്തേക്ക് ഏതാണ്ട് ഏറ്റവും കുറഞ്ഞത് 850 രൂപ എന്നുള്ള ലെവലിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. അത്രയും തുക നൽകി മരുന്ന് വാങ്ങാൻ കഴിയാത്തവർ ഒരാഴ്ചത്തേക്കോ മറ്റോ വാങ്ങും, പിന്നീട് ചികിത്സ തന്നെ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാകും. പലരുടെയും അവസ്ഥ ഇതാണ്. മരുന്ന് വില നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സൗജന്യ മരുന്ന് വിതരണം നടത്തിയതെങ്കിലും അതും പ്രഖ്യാപിച്ച പോലെ നടപ്പാക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വലയുന്നത് സാധാരണക്കാരായ വളരെ പാവപ്പെട്ടവരായ രോഗികളാണ്. റൈറ്റ്. സർക്കാർ ആശുപത്രികളിൽ രൂക്ഷമായ മരുന്ന് ക്ഷാമം നേരിടുന്നു. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ കിട്ടാനില്ല എന്നാണ് PR പ്രവീണ റിപ്പോർട്ട് ചെയ്യുന്നത്.